സമാനതയില്ലാത്തൊരു അച്ചടക്കം ഇപ്പോൾ നേതൃത്വത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം പൊതുവെ ഇങ്ങനെ വലിയ പോര് നടക്കുമ്പോൾ മുതിർന്ന നേതാക്കളടക്കം കടുത്ത ഈ വിഭാഗീയതയൊക്കെ പരത്തുന്ന രീതിയിലുള്ള വിമർശനങ്ങളോ പരാമർശങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ അത്ര കണ്ടത് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. അതായത് 3 പേരിൽ ആര് വന്നാലും പ്രശ്നമില്ല എന്ന നിലയ്ക്കാണോ ഭൂരിപക്ഷം മുതിർന്ന നേതാക്കളും ഉള്ളത്, അല്ലെങ്കിൽ പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള പേടിയാണ്? കാരണം വൻ ഭൂരിപക്ഷം. സുഹൈല, എനിക്ക് ഈ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന അഭിപ്രായം എനിക്കില്ല. അതായത് ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ഇത്രയും സജീവമായിരിക്കുന്ന ഒരു കാലത്ത്, അതിൻ്റെ ഒരു അതിപ്രസരം ഉള്ള സമയത്ത് സമൂഹ മാധ്യമങ്ങൾ വളരെ സജീവമാവുകയും ഏതൊരാൾക്കും അവരുടെ അഭിപ്രായം പോസ്റ്റായിട്ട് ഇടാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഇവർ 3 പേരും ഞങ്ങൾ യോഗ്യരാണ് എന്ന് ഇപ്പോൾ അസിത പറഞ്ഞ പോലെ തന്നെ അവർ ജനങ്ങളെയല്ല ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അവർ ഹൈക്കമാൻഡിനെയാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ നടന്നിട്ടുള്ളതും നടക്കുന്നതും ഇനിയും നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ വളരെ അൺനാച്ചുറൽ ആണ്, അല്ലെങ്കിൽ ഇതെന്തോ വലിയ പ്രശ്നമാണ്, ഇതിൽ വലിയ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല, ഇതൊക്കെ വോട്ട് ചെയ്ത ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്, അവരെ അവഹേളിക്കുന്നതാണ് എന്നൊന്നുമുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ആളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയോ ഒന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്, അവരെ വലിയ ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ചിട്ടുള്ളത്. കാരണം അതിനകത്ത് ജനം എന്ന് നമ്മൾ പറയാൻ കാരണം പാർട്ടി വോട്ടുകൾ മാത്രമല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത്, ഇതര പ്രതിപക്ഷത്തുള്ള പാർട്ടിക്കാരുടെ കൂടി വോട്ടുകൾ കിട്ടിയിട്ടാണ് ഇത്ര വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്ത് കോംപ്രമൈസിലേക്കാണ് ഈ ഹൈക്കമാൻഡ് എത്താൻ പോകുന്നത്? ഇപ്പോൾ ദിലീപ് പറഞ്ഞു രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കോംപ്രമൈസ് മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറാകുമോ എന്നാണ്. അവിടെ വി.ഡി. സതീശൻ വിചാരിക്കുക എന്താണ്, കെ.സിയേക്കാൾ നല്ലത് രമേശ് ആയിരിക്കുമെന്നായിരിക്കുമല്ലോ. അതായത് കെ.സിക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ നല്ലത് രമേശിന് കൊടുക്കുന്നതായിരിക്കുമെന്ന് കെ.സി വിചാരിക്കുക എന്താണ്, ഈ വി.ഡി. വരുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കുമോ ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് അനുവദിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു തർക്കം ഉണ്ടാവുകയും ഇതിൽ അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കോംപ്രമൈസ് എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുന്നത് പോലെ നടക്കുന്ന ഒന്നല്ല ഈ കോംപ്രമൈസ് എന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ഇതൊരു കോംപ്രമൈസ് മുഖ്യമന്ത്രിയുടെ എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങ് പ്രൊജക്ട് ചെയ്യാം എന്നത് എളുപ്പമല്ല. അതിന് കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒന്നായി അത് മാറും. കാരണം വളരെ പ്രധാനപ്പെട്ട 2 പേരാണ്. ഒന്ന് വി.ഡി. സതീശന് ഗ്രൗണ്ടിൽ സപ്പോർട്ട് ഉണ്ടെന്ന് അവകാശപ്പെടുന്നു, കെ.സി. വേണുഗോപാലിന് AICC-യിലുള്ള സ്വാധീനം. അപ്പോൾ ഇവർ 2 പേരെയും 2 അരികിലേക്ക് ആക്കിക്കൊണ്ട് ഒരു കോംപ്രമൈസ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല. അത് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരിക്കും. ഇനി ഹൈക്കമാൻഡ് ആലോചിക്കാൻ പോകുന്നത് ഇവരെ ആരെ പിണക്കിയാലാണ് കൂടുതൽ ദോഷമുണ്ടാവുക, ആഘാതമുണ്ടാവുക എന്നതായിരിക്കും. ഇപ്പോൾ വി.ഡി. സതീശന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, കെ.സിയെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കേരളത്തിലെ പൊളിറ്റിക്സിൽ ബാധിക്കാൻ പോകുന്നത്? ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് വി.ഡി. സതീശന് നൽകാമെന്ന് ഉറപ്പ് കൊടുക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട, മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഞാൻ ഈ മന്ത്രിസഭയിലേക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും ഇപ്പോൾ രമേശ് ചെന്നിത്തല അത്ര വലിയൊരു ത്രെട്ട് ഈ നേതൃത്വത്തിന് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിന് നമ്മുടെ മുന്നിലുള്ള സാക്ഷ്യമാണ്. കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകട്ടെ എന്ന് തീരുമാനിച്ചതിലും അതിനുശേഷം 2011 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്റെ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം MLA-മാരോടൊക്കെ പിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹം അത് വി.ഡി. സതീശൻ എന്ന തീരുമാനത്തെ അദ്ദേഹം ഒരു എതിർപ്പും കൂടാതെ സമ്മതിച്ചു. അപ്പോൾ ആ അർത്ഥത്തിൽ രമേശ് ചെന്നിത്തല അങ്ങനെ വലിയ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ വി.ഡി. സതീശന്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു ഉറപ്പില്ല. കാരണം അദ്ദേഹത്തിന്റെ ക്ലെയിം മുന്നോട്ട് വെക്കുന്നത് വളരെ ന്യായമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണെന്നുള്ള ബോധ്യം വി.ഡി. സതീശനുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് ഞാൻ ഈ കാലഘട്ടത്തിൽ, അതായത് ഏറ്റവും ദുഷ്കരമായ ഒരു പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തെ നയിക്കുകയും ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം UDF-ന്റെ തിരിച്ചുവരവിന് കളമൊരുക്കുന്ന തരത്തിലുള്ള വിജയം സമ്മാനിക്കുകയും ചെയ്തു. അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണെന്നാണ്. അവിടെ വേറൊരു പ്രശ്നം, കെ.സി. വേണുഗോപാൽ AICC-യിലെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതിന് മുൻപുള്ള സമയങ്ങളിലും അവിടെ നിന്ന് നടത്തിയിട്ടുള്ള ഇടപെടൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്ന കൗണ്ട് ഈ AICC-ക്ക് എടുക്കുമോ എന്നുള്ളതാണ്. പിന്നെ MLA-മാരുടെ വീണ്ടും 2 തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോകേണ്ടി വരുമല്ലോ. അതിലേക്ക് ഞാൻ പോകണം. മാത്രമല്ല അവിടെ ജനവികാരം എതിരായി കഴിഞ്ഞാൽ കെ മുരളീധരൻ ഉണ്ടായ അനുഭവം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.